everyone, welcome back to Cooking with Mummy. മമ്മി ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു 3 സീ ബ്രീമാണ്. അത് നല്ലപോലെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഇതുപോലെ ഒരു വരയൊക്കെ ഇട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ കിട്ടുന്ന ഒരു മീനാണ്. നാട്ടിലെ കരിമീൻ പോലെയുള്ള ഏകദേശം ഒരു ടൈപ്പ് മീനാണ്. നല്ല ഫ്ലഷുള്ള മീനാണ്, അധികം മുള്ളില്ല. അതുകൊണ്ട് ഇത് പൊള്ളിക്കാൻ ഒത്തിരി നല്ലതാണ്. മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ 5 ഉള്ളി, ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഒരു 6 കഷ്ണം വെളുത്തുള്ളി, അതും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇഞ്ചി, ഒരു മീഡിയം സൈസ് പീസ് ഇഞ്ചി, അത് നമുക്ക് നല്ലവണ്ണം അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 2.5 ടേബിൾ സ്പൂൺ വേണ്ട, 2 ടേബിൾ സ്പൂൺ മതി. 2.5 അല്ല 2, അത്രയും കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു. ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി അതും ഇട്ട് കൊടുത്തു. പിന്നെ ഒരു കുറച്ച് 3/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്. നമുക്കിപ്പോൾ കുറച്ച് ഉപ്പ് അങ്ങോട്ട് ചേർക്കാം, ഒരു 1/2 സ്പൂൺ ഉപ്പ് ചേർത്തു. ഇത് നമുക്ക് നന്നായിട്ട് കുറച്ച് ലൈമിൻ്റെ ഒരു കുറച്ച് ഹാഫും കൂടെ പിഴിഞ്ഞൊഴിച്ചു. ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം, എന്നിട്ട് ആ മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഞാൻ ആ മസാലക്കൂട്ടുള്ള നമ്മുടെ ആ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടത് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ മീനിനുള്ളിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അപ്പം നന്നായിട്ട് ഞാൻ ആ മസാല നമ്മുടെ മീനിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് റെസ്റ്റ് ചെയ്യാൻ എടുത്ത് വെക്കുവാണ്. നിങ്ങൾ ഇതുപോലെ ചെയ്താൽ നല്ല, അതിന് സമയമില്ലെങ്കിൽ ഉള്ളതനുസരിച്ച് ചെയ്യുക. പിന്നെ നമ്മൾ ആ അരച്ചതിൻ്റെ ബാക്കിയുള്ള ഈ മസാലയില്ലേ, ഇതിൻ്റെ മിച്ചിരിക്കുന്നത്, ഇതിനാവശ്യമുള്ള ഞാൻ എടുത്തു. ബാക്കിയുള്ളത് നമ്മൾ ഗ്രേവി ഉണ്ടാക്കും. ഇതിന് വാഴയില പൊതിയുമ്പം ഞാൻ വാഴയില പൊള്ളിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇതിനുള്ളിലേക്ക് ഞാനൊരു ഗ്രേവി ഉണ്ടാക്കണം. ആ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് ഈ ബാക്കിയിരിക്കുന്ന മസാല. അപ്പോൾ നമ്മളുടെ മീൻ ഞാൻ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണേ. അത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. നമുക്കത് വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു കുറച്ചെണ്ണ, അത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ ഒരു കുറച്ചെണ്ണ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ മീൻ ഇതിനുള്ളിലേക്ക് കുറച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ മീൻ ഒരു പാനിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒരിക്കലും ഒത്തിരി ഇതായിട്ട് അങ്ങ് ഫ്രൈ ചെയ്യേണ്ട, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയേ. പിന്നെ നമ്മൾ ഹാഫ് വേവിക്കുന്നത് ഇലയിൽ പൊതിഞ്ഞാണ് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഹാഫ് ഫ്രൈ ചെയ്തെടുക്കാൻ 2 സൈഡും തിരിച്ച് മറിച്ച് വിട്ടു. അപ്പം നമ്മളുടെ മീൻ ഞാൻ അതർ സൈഡിലേക്ക് ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ഇതുപോലെ ഈ സൈഡും മറ്റേ സൈഡും കൂടെ ഒന്ന് വരണം. അപ്പം ഞാൻ അതിൻ്റെ മേളിലേക്ക് ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ശകലം കരിയാപ്പില ഒന്നിട്ട് കൊടുക്കുവാണേ. അതും കൂടെ കിടന്നൊന്ന് മുരിഞ്ഞ് വരട്ടെ. അപ്പോൾ നമുക്ക് ഈ ഒരു സെയിം പ്രൊസീജിയർ വേണമെങ്കിൽ ഓവനകത്തും വെച്ച് വേണമെങ്കിൽ ചെയ്യാം. ഓവനിൽ ഇതുപോലെ ഹാഫ് കുക്ക് ചെയ്തെടുത്തിട്ട് നമുക്ക് ഹാഫ് ഇലയിൽ പൊതിഞ്ഞെടുക്കാം. ഇതിപ്പോൾ ഞാനിപ്പോൾ എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളുടെ മീൻ വാഴയിലയിൽ പൊള്ളിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്രേവി ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ ആ മീൻ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത പാൻ തന്നെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ആ സെയിം എണ്ണ തന്നെ നമുക്ക് ഉപയോഗിച്ചാൽ മതി. അത് ഞാൻ കുറച്ച് എണ്ണ കളഞ്ഞു, ബാക്കി എണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുഞ്ഞുള്ളി എൻ്റെ ഒരു വീക്ക്നെസ്, അതുകൊണ്ട് ഞാനൊരു 4-5 കുഞ്ഞുള്ളി ഇതിനകത്തേക്ക് ഇട്ട് ആദ്യം മൂപ്പിക്കുവാണേ. അത് നമ്മളുടെ ഓപ്ഷനിലാണ്, എടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഞാനൊരു കുഞ്ഞുള്ളി ഇട്ടാൽ ഒന്നും കൂടെ ഒരു ടേസ്റ്റ് കിട്ടും കറി ഇതിന്. ഒരു 3-4 കുഞ്ഞുള്ളി ഇട്ടു. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞുള്ളി ഒന്ന് മൂത്ത് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോഴത്തേക്കും ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് ഒനിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 പച്ചമുളകും കീറി അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. അതങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ. അത് നമുക്ക് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ടൊന്ന് വഴറ്റി എടുക്കണം. വഴറ്റിയെടുത്തതിന് ശേഷം അപ്പം നമ്മൾ സബോള ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ആ പച്ചമുളക് 2 കൂടെ, എരിവ് നമ്മുടെ അനുസരിച്ച് ചേർക്കുക, ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച്. പിന്നെ നമ്മൾ ആ മീൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് അരച്ച ഇതുണ്ടല്ലോ, ആ മസാല, അതിൻ്റെ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെയുള്ള പേസ്റ്റാണിത്. അതിനുള്ളിലേക്ക് ഞാനൊരു ചെറിയ പീസ് കൊടംപുളി ഇല്ലേ, ഇതുപോലെ ഇത്രയും വലിപ്പുള്ളി ഞാൻ കാണിക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. ഞാൻ ഇത് ഓൾറെഡി ഇതിനകത്തേക്ക് അരച്ച് കഴിഞ്ഞു. ഇതുപോലെ ഒരു പീസ് പുളി ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തി ഇതിനകത്ത് അരച്ച് ചേർത്തിട്ടുണ്ട്, ചെറിയൊരു പുളിയും കൂടെ കിട്ടാനായിട്ട് കേട്ടോ.
അപ്പോൾ ഞാൻ ഈ മസാലയും കൂടെ നമുക്ക് ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് പച്ചമണം മാറുന്നോടം വരെ, ആ പൊടികളുടെ പച്ചമണം മാറുന്നോടം വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ സബോളയും നമ്മളിട്ട മുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ ഇട്ടത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിനുള്ളിലേക്ക് ഞാനൊരു ഇത്രയും കായപ്പൊടി, ഇത് ഓപ്ഷനിലാണ്, കായപ്പൊടിയുടെ ഒരു ചെറിയ ഫ്ലേവറും പിന്നെ ഒരു ശകലം 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇത്ര ഇട്ട് കൊടുക്കുവാണേ. ഇതും കൂടെ ഇട്ട് നന്നായിട്ട് നമുക്ക് ഇനി ഓൾറെഡി നമ്മുടെ ഇതെല്ലാം നന്നായിട്ട് മൂത്തു. അതിനുള്ളിലേക്ക് ഞാനൊരു 2 മീഡിയം സൈസ് ടൊമാറ്റോ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറുതായിട്ട് അതും കൂടെ അങ്ങ് ആഡ് ചെയ്യുവാണേ. അതും കൂടെ ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിക്ക് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. അതിനുള്ളിലേക്ക് ഞാനൊരു 2 തണ്ട് ഫ്രഷ് കരിയാപ്പില ലാസ്റ്റാണ് ഇടുന്നത്. കാരണം അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടുമ്പോഴുണ്ടല്ലോ അതൊരു പ്രത്യേക സ്മെല്ലൊക്കെയാണ്. ഇനി ഇതിനെ നമുക്ക് ഏകദേശം സംഭവം റെഡിയായി, എല്ലാ ഗ്രേവി റെഡിയായി. ഇനി നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് ആറി വരണം. ആറിച്ചെടുത്തിട്ട് നമുക്കിതിനെ വാഴയിലേക്ക് മാറ്റി അതിൻ്റെ മേളിലേക്കാണ് നമ്മൾ മീൻ വെച്ച് പൊതിയാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ചെറുതായിട്ട് ആറിച്ചെടുത്തിട്ട് വാഴയിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളുടെ വാട്ടിയെടുത്ത ഇല ഞാൻ ഇതിൻ്റെ ഇങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട്. അതിനുള്ളിലേക്ക് അത് പൊട്ടാതിരിക്കാൻ നമുക്ക് ഒരു ഇലയും കൂടെ, ഒരു ചെറിയ ഇലയും കൂടെ അതിൻ്റെ മേളിലേക്ക് വെക്കുവാണ്. ഇനി അതിനുള്ളിലേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ഗ്രേവിയില്ലേ, ആ ഗ്രേവി ഒരു തിൻ ലെയറായിട്ട് നമുക്ക് ഇലയിലേക്ക് വെച്ച് കൊടുക്കാം. ആദ്യമേ അടിയിലൊരു ലെയർ, പിന്നെ മേളിലും അതുപോലെ തന്നെ ഒരു ലെയർ നമുക്ക് വെച്ച് കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ മേളിലോട്ട് നമുക്ക് ഫിഷ് എടുത്തത് ഇങ്ങനെ അങ്ങ് വെക്കാം. ഇനി ആ ഫിഷിൻ്റെ മേളിലേക്ക് ഒരു ചെറിയ ലെയറും കൂടെ നന്നായിട്ട് അതിലേക്ക് തേച്ച് കൊടുക്കണം. ഒത്തിരി മസാലയുടെ ആവശ്യമില്ല, കുറച്ച് ഒന്ന് കവർ ചെയ്തിരിക്കാനായിട്ട്. ഇതുപോലെ കവർ ചെയ്തിട്ട് ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് ഞാനൊരു 2 പീസ് ടൊമാറ്റോ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് വരും. അപ്പം ഞാൻ നമ്മുടെ മീൻ വാഴയിലോട്ട് വെച്ചിട്ട് ഇതുപോലെ നൂല് വെച്ച് കെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 3 മീനും അതുപോലെ ഞാനൊന്ന് നൂല് വെച്ച് കെട്ടിയെടുക്കാം. അപ്പോൾ നമ്മളുടെ മീൻ വാഴയിലയിൽ പൊള്ളിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുവാണേ. അതിൻ്റെ മൂട്ടിലേ അത് ഇങ്ങനെ പിടിക്കാതിരിക്കാനൊക്കെ ആയിട്ട്, പിടിക്കത്തില്ല, നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായതുകൊണ്ട് പിടിക്കുകയില്ല, എന്നാലും ഞാനൊരു ശകല എണ്ണ അതിൻ്റെ മൂട്ടിലേക്ക് ഒഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് ചുറ്റിച്ച് ഒന്ന് എല്ലായിടത്തോട്ടും ഒന്ന് സ്പ്രെഡ് ചെയ്യാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ ഇലയിൽ പൊതിഞ്ഞ നമ്മുടെ മീൻ അങ്ങോട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ട് പാത്രം കുറച്ചും കൂടെ വലിയ പാത്രമാകുമായിരുന്നു. നമ്മളുടെ ആ മീൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു സൈഡ് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സൈഡ് നമുക്ക് കൈ കൊണ്ട് തന്നെ തിരിച്ച്, നല്ല ചൂടാണ്, ഉണ്ടാകും, നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അതർ സൈഡും കൂടെ മറ്റേ 2 ഇലയുടെ ഇച്ചിരി നേരെ തിരിച്ചിരുന്ന് 2 സൈഡും കൂടെ ഒന്നാകട്ടെ. നമ്മളുടെ ആ മീൻ പൊള്ളിച്ചിങ്ങ് എടുത്തിരിക്കുന്നത് കെട്ടൊന്ന് പൊട്ടിച്ച് നമുക്ക് എങ്ങനെയായെന്നൊന്ന് നോക്കാം. രണ്ട് 3 ഇലയിലാണ് പൊതിഞ്ഞിരിക്കുന്നത്, കാരണം പൊട്ടിപ്പോകാതെ ഇരിക്കാനായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കും നമ്മുടെ പൊള്ളിച്ചെടുത്ത മീൻ. അപ്പം ഇത് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് പതുക്കെ ഒന്ന് ഫോർക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം. ഇത് കണ്ടോ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആൻഡ് ആ സൈഡിലുള്ള ബെല്ലൈക്കോൺ ഒന്ന് അമർത്തുകയാണെങ്കിൽ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ബൈ. താങ്ക് യു.